റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറായ രജിത് കുമാറിനെയും ഭാര്യയെയും കാണാനില്ല എന്നുള്ളൊരു വിവരം അതിൽ പരാതിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇരുവരെയും കാണാനില്ല എന്ന പരാതി ഉയർന്നത്. ഗുരുവായൂരിൽ ഇരുവരും റൂം എടുത്തു. ആദ്യം നമുക്ക് രജിത്തിന്റെ ശബ്ദ സന്ദേശം കേൾക്കാം. എന്നെ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്. ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അറിവോട് കൂടിയിട്ടോ ഞാൻ ചെയ്തിട്ടോ അല്ല മാമയെ കാണാതായതു. എന്തായാലും കെ എം ബഷീറിനെ പോലത്തെ ഫ്രോഡിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാത്തതാണ്. ഇന്നത്തെ കാണാൻ ഞാൻ ചെയ്യാനും. എന്തായാലും എനിക്ക് ഈ കേസായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പം പറയുമ്പോൾ ആരെയും പേടിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ബന്ധവുമില്ല. ഈ കേസ് നിങ്ങളിവിടെ അവസാനിപ്പിക്കരുത്, അന്വേഷണം വിടരുത്. ഒന്നുകിൽ നടക്കാതെ പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ കേസ് ഇടയിലെത്താണ്ടായി പോയത്. അതുകൊണ്ട് എന്തുതന്നെയായാലും നിങ്ങൾ ഈ കേസിൻ്റെ പുറകെ പോകണം, പ്രതികളെ പിടിക്കണം. രജിത്തിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. കേസുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇവരെവിടേക്കാണ്, ഗുരുവായൂരിൽ റൂം എടുത്തു എന്നൊക്കെ പറയുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു മാറി നിന്നത്, എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പലരും പറഞ്ഞതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാനസികമായി പോലും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ ഉയർന്നു വരുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. എന്താണ് അറിയുന്നത്? പൂജ, രജിത് കുമാറിനെയും ഭാര്യ സുഷാരെയും ഗുരുവായൂരിൽ വെച്ചാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ മുതലാണ് രണ്ടുപേരെയും കാണാതാകുന്നത്. അതായത് 7-ാം തീയതി രണ്ടുപേരെയും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഇതിനു മുൻപും പല തവണകളിലായി രജിത് കുമാറിനെ, മാമിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നതാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വന്നതിന് ശേഷം ക്രൈംബ്രാഞ്ചിനും കൈമാറി പല തവണകളിലായി ചോദ്യം ചെയ്തതാണ്. പക്ഷേ ഇത്തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെ രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ പോയിരുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ തന്നെ KSRTC സ്റ്റാൻഡിന് സമീപത്തൊരു ഹോട്ടലിൽ മുറിയെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ശേഖരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. കുടുംബം ആരോപിക്കുന്നത് ഇവരെ ഈ രജിത് കുമാറിനെ അനാവശ്യമായി കേസിലേക്ക് വലിച്ചിഴക്കുന്നു, അതിൻ്റെതായ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ്. ഈ വിധത്തിലുള്ള പോലീസ് അന്വേഷണ സംഘം തുടർച്ചയായി വിളിച്ചു വരുത്തി കുറ്റവാളിയോടെന്ന വണ്ണം പെരുമാറുന്നതിലുള്ള മാനസിക സംഘർഷമാണ് മാറി നിൽക്കാൻ കാരണമായതെന്നാണ് രണ്ടുപേരും, രജിത് കുമാറും സുഷാരയും പറയുന്നത്. ഏതായാലും പോലീസ് ഗുരുവായൂരിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. നടക്കാവ് പോലീസിന് കൈമാറി കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. 2021 ഓഗസ്റ്റിലാണ് മാമിയെ കാണാതാകുന്നത്. പ്രമാദമായ കേസ്, ഒരുപാട് കോളിളക്കങ്ങളൊക്കെ രാഷ്ട്രീയപരമായി PV അൻവറിന്റെ ഇടപെടലിന് പിന്നാലെ ADGP അജിത് കുമാറിന്റെ ഇടപെടൽ എന്ന ആരോപണമൊക്കെ ഉയർന്നു വന്നു. ഒരുപാട് ചർച്ചയായ കേസാണ്. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിന് പിന്നാലെ കൂടുതൽ ആളുകളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക, പല തവണകളിലായി വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ രജിത് കുമാർ 25 വർഷത്തിലധികമായി മാമിയുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നയാളാണ്. പല തവണകളിലായി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു, നോട്ടീസ് നൽകി ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതിനുള്ള മാനസിക സമ്മർദ്ദമാണ് മാറി നിൽക്കാൻ കാരണമെന്നാണ് ഏതായാലും രജിത് കുമാർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. രണ്ടുപേരെയും ഗുരുവായൂരിൽ റൂമെടുത്ത് താമസിച്ച സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടെത്താൻ ഏതായാലും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്.